ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മൂന്നാം ടെസ്റ്റിൽ KL രാഹുൽ ഉണ്ടാകില്ല എന്നുള്ള അപ്ഡേറ്റാണ് ലഭിക്കുന്നത്. അതിന് പകരക്കാരനായിട്ട് ദേവദത്ത് പടിക്കൽ വരാനാണ് സാധ്യത എന്നുള്ള അപ്ഡേറ്റും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയ്ക്ക് ടീമിൽ തുടരാൻ BCCI മെഡിക്കൽ സംഘം അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ള അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജഡേജ കളിക്കാനുണ്ടാകും എന്നുള്ള കാര്യത്തിലും ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ് പ്രകാരം ദേവദത്ത് പടിക്കൽ കളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പേശി വലിവിനെ തുടർന്ന് രണ്ടാം മത്സരത്തിൽ KL രാഹുൽ പിന്മാറിയിരുന്നു. എങ്കിലും മൂന്നാം ടെസ്റ്റിൽ KL രാഹുലിനെ ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പരിക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ എന്നിവർ ഈ ഒരു പരമ്പരയിൽ ഉണ്ടാവില്ല എന്നുള്ള അപ്ഡേറ്റ്സും ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇതോടെ സർഫറാസ് ഖാൻ, രജിത് പടിദർ തുടങ്ങിയവർക്ക് വഴി ഒരുങ്ങുന്ന കാഴ്ചയാണ് ഈ ഒരു മൂന്നാം ടെസ്റ്റിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള അപ്ഡേറ്റ്സാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയിലെ പ്രകടനമാണ് ദേവദത്ത് പടിക്കലിനെ ടീമിലേക്ക് എത്തിക്കാൻ ഉള്ള നീക്കത്തിലേക്ക് കൂടി വഴി വന്നത് എന്നുള്ള അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ്, ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ലഭിക്കാനും അതുപോലെ തന്നെ മൂവി അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി അപ്പുറത്തോട്ട് കാണാം. ബൈ.